കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും. നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും, സത്യം ജയിക്കും. ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനമിട്ട പോസ്റ്റ്. എന്നിട്ട് രാഹുൽ എവിടെയെന്ന് ഞങ്ങൾ അന്വേഷിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഫോണും ഓഫാക്കി രാഹുൽ മുങ്ങി. യുവതിയുടെ പരാതിക്ക് പിന്നാലെ MLA ഓഫീസ് അടച്ചുപൂട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുങ്ങി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും ഒളിവിലാണ്. സത്യം ജയിക്കുമെന്നും നിയമപരമായി പോരാടുമെന്നും ഒളിവിലിരുന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് MLA ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി BJPയും DYFIയും രംഗത്തെത്തി. പ്രതിഷേധവുമായി എത്തിയ DYFI പ്രവർത്തകർ MLA ഓഫീസിന് മുന്നിൽ റീത്തുവെച്ചു. BJPയുടെ പ്രതിഷേധവുമുണ്ടായി. രാഹുൽ രാജിവെക്കണമെന്നാണ് ആവശ്യം. ഇക്ബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഈ പ്രതിഷേധം നാളെയും തുടരും. അരുൺകുമാർ, നമ്മൾ ഈ യുവതിയുടെ ഒരു പുതിയ ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ സമയത്ത് രാഹുൽ പോലീസിനെ ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് വിശദീകരിക്കും, താൻ എല്ലാ കാര്യങ്ങളും നേരിടും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴിതാ ഈ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് തൊട്ടു പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇല്ലാത്ത സ്ഥിതിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്നീട് ആരും കണ്ടിട്ടില്ല. രാഹുലിനെ ഫോണിൽ പോലും ബന്ധപ്പെടാൻ സാധിക്കാത്ത സ്ഥിതിയുമുണ്ട്. രാഹുലിന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. രാഹുലിൻ്റെത് മാത്രമല്ല, രാഹുലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ ഫോൺ ഉൾപ്പെടെ സ്വിച്ച് ഓഫ് ആയിട്ടുള്ള ഒരു സ്ഥിതിയാണുള്ളത്. ഏതായാലും രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും പാലക്കാട് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇന്നും അരങ്ങേറിയത്. DYFIയും BJPയും രാഹുലിന്റെ MLA ഓഫീസിലേക്കാണ് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് പ്രതിഷേധം നടത്തിയത്. ഇതിനിടയിൽ DYFI പ്രവർത്തകർ രാഹുലിന്റെ ഓഫീസ് വളപ്പിലേക്ക് കയറി രാഹുലിന്റെ അടച്ചിട്ടുള്ള MLA ഓഫീസിന്റെ വാതിലിന് മുന്നിൽ ഒരു റീത്ത് വെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ വാതിൽ തകർക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് ബലം പ്രയോഗിച്ചാണ് ഈ പ്രതിഷേധക്കാരെ മുഴുവനും MLA ഓഫീസ് പരിസരത്ത് നിന്ന് പോലീസ് നീക്കിയത്. ഏതായാലും കണ്ണാടിയിൽ ഇന്ന് വൈകിട്ട് 5 മണിവരെ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് ഇറങ്ങിയ രാഹുൽ പിന്നീട് 5 മണിയോടുകൂടി യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, ഈ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ പരാതി നൽകി, അതും ഡിജിറ്റൽ തെളിവുകളോടെ പരാതി നൽകിയെന്ന് അറിഞ്ഞോടുകൂടി പിന്നീട് രാഹുലിന്റെ കൂടെയുള്ളവരെ ആരെയും പാലക്കാട് കാണാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. ഏതായാലും നാളെയും രാഹുലിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ പാലക്കാട്. താങ്ക് യു രാഹുൽ. താങ്ക് യു ഇക്ബാൽ.